ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതിനായി കുറച്ച് ചിക്കൻ പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 ദിവസം മുന്നേ ചിക്കൻ മേടിച്ചപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് രാവിലെ ദോശയുടെ കൂടെ കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി സവാള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മസാലപ്പൊടിയും 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ എടുത്തു വെച്ച തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സവാള, ഒരു സവാളയാണ് ഇതിലേക്ക് ഞാൻ അരയ്ക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി അരച്ചെടുക്കണം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് അതിലേക്ക് ഈ അരച്ച അരപ്പ് ചേർക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. വിസിൽ വന്ന് പെട്ടെന്ന് വിസിൽ കളഞ്ഞ് തുറന്നെടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ വേവ് കൂടും. അതിനുശേഷം സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞെടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചേർക്കണം. അതിനുശേഷം പച്ചമുളക്. ഇത് രണ്ടും ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ സവാള മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ച് ഇളക്കണം. അതിനുശേഷം ഈ വേവിച്ച് വെച്ച ചിക്കൻ കറി അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പ് നോക്കി വാങ്ങി വയ്ക്കാം. സോസ് ചേർത്തത് കൊണ്ട് ചെറിയ മധുരമുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. ചില്ലി ചിക്കൻ്റെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ദോശ, വെള്ളയപ്പം, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിരിക്കും.